ഇനി അദ്ദേഹം ഫണ്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ബന്ധുവസ്തുകാർക്ക് ഒരുപാട് പൈസ വരും. സഹോദര, ബന്ധുവസ്തുകാർക്ക് മാത്രമല്ല, നിരീശ്വരവാദികൾക്ക് പൈസ വരുന്നില്ലേ? രവിചന്ദ്രനൊക്കെ എങ്ങനെയാണ് ഈ വലിയ വമ്പൻ പരിപാടികൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നടത്തുന്നത്? അത് അവർ പണം പിരിക്കുന്നില്ലേ? നിരീശ്വരവാദികൾ പണം പിരിക്കുന്നില്ലേ? നിരീശ്വരവാദികൾ അത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തുന്നില്ലേ? നടത്തുന്നുണ്ട്. പണപ്പിരിവ് നടത്തുന്നുണ്ട്, ഫണ്ടിങ് ഉണ്ട്. ഇതൊക്കെ എല്ലാ സമൂഹങ്ങളിലും ഉള്ളതാണ്. ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരസ്യയോഗം നടത്തണമെങ്കിൽ അത് ആവശ്യമാണ്. പൈസ ഇല്ലാതെ ഇത്തരം പരിപാടികൾ നടക്കും. അത് ക്രൈസ്തവരായാലും നിരീശ്വരവാദികളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ സമ്മേളനങ്ങൾ നടത്താൻ, യോഗങ്ങൾ നടത്താൻ പൈസ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഫണ്ടിങ് എല്ലാ സമൂഹത്തിനും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നു. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത്? ഇത്രയും സംവിധാനങ്ങളോടെ ഇരുന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, നിങ്ങളുടെ സ്വന്തം പ്രയത്നമാണ്, ആ നിലയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു പക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ എസൻസ് പോലുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ നിരീശ്വര മതത്തിന് ആരാണ് ഫണ്ട് ചെയ്യുന്നത്? ഫണ്ടിങ് ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ വലിയ പ്രോഗ്രാംസ് അവർ നടത്തുന്നത്. വമ്പൻ പരിപാടികളല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു ഫണ്ടിങ് ഉണ്ട്, അതിൽ പണപ്പിരിവുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അവർ പരസ്യം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങൾ പിന്നെയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല.